2019 ജൂലൈ മാസത്തിലാണ് ഒമാനി പൗരനെ ഭാര്യയ്ക്കും പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്കുമൊപ്പം ബിദിയയിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കത്തിയും ചുറ്റികയും ഉപയോഗിച്ചാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ നിരീക്ഷണത്തിൽ വ്യക്തമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പിടിയില്ല. 2 ദിവസമെടുത്താണ് ബന്ധുക്കൾ വിവരങ്ങൾ കൈമാറുന്നത്. അപ്പോഴേക്കും പ്രതികൾ ഒമാൻ വിട്ടിരുന്നു. കേസിൽ 1-ാം പ്രതിയായ മുജീബുള്ള മുഹമ്മദ് ഹനീഫ് ഒമാനിലെ ബിദിയയിലാണ് ജോലി ചെയ്തിരുന്നത്. ഒമാൻ പീനൽ കോഡിലെ ആർട്ടിക്കിൾ 302A പ്രകാരം ശിക്ഷാർഹമായ ആസൂത്രിത കൊലപാതക കുറ്റം ചെയ്തതായി ആരോപിച്ച് ഇദ്ദേഹത്തെ ഒമാന് കൈമാറാൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ധാരണ പ്രകാരം കൊലപാതകം ചെയ്തയാളെ കൈമാറാവുന്ന കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി വിചാരണ കോടതി ഉത്തരവ് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് അമിത് ബൻസാൽ 2023 നവംബറിൽ ശരിവെച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രധാന പുരോഗതിയുണ്ടായിരിക്കുകയാണ്. ബിദിയയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 4 പ്രതികളിൽ ഒരാളായ ഇന്ത്യൻ പൗരന്റെ വിചാരണ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ നാസർ ബിൻ ഖാമിസ് അൽ സവായ് വിശദമാക്കി. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യത്തിനുള്ള മറുപടിയായാണ് കേസിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്. കേസിൽ 4 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിലേക്ക് കടന്ന പ്രതികളെ ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിൽ 3 പേർ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള സങ്കീർണതകൾ കാരണം മരിച്ചുവെന്ന് ഇന്ത്യൻ അധികൃതർ സുൽത്താനേറ്റിനെ അറിയിച്ചിരുന്നു. പ്രതികളിൽ ജീവിച്ചിരിപ്പുള്ള മുജീബുള്ള മുഹമ്മദ് ഹനീഫിനെ കോടതി ഉത്തരവിനെ തുടർന്ന് 2024 ജനുവരി 24-ന് ഒമാന് കൈമാറുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ വിചാരണ നടപടിക്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒമാനും ഇന്ത്യയും തമ്മിൽ ഔപചാരികമായ കുറ്റവാളി കൈമാറ്റ കരാർ ഒന്നുമില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധം കണക്കിലെടുത്താണ് ഹനീഫിനെ കൈമാറാൻ തീരുമാനിച്ചതെന്ന് നാസർ ബിൻ ഖാമിസ് അൽ സവായ് കഴിഞ്ഞ വർഷം വിശദീകരിച്ചിരുന്നു.